USS 2025 എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന മക്കളാണോ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മിസ് ഒരു ഫ്രീ ഗൈഡ് തന്നാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും USS എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഏത് ഗൈഡാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, എന്താണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഗൈഡിന് പൈസ കൂടുതലാണല്ലോ, എന്ത് ചെയ്യും എന്നുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഗൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ, നമുക്കിപ്പോൾ ബേസിക് സയൻസ് എടുക്കാം, സോഷ്യൽ സയൻസ് എടുക്കാം അല്ലെ, എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സാമിനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ക്ലാസ് 7ന്റെ സിലബസ് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും എക്സാമിന് വരിക എന്നുള്ളത്. അതാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ സ്കൂളിലായിട്ടും അല്ലാതെ ട്യൂഷൻസിലായിട്ടും ഒക്കെ അല്ലേ? അപ്പൊ അതിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, മൊത്തം അല്ല സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റിവൈസ് ചെയ്യുമല്ലോ. അപ്പൊ ആ റിവിഷന്റെ സമയത്ത് നിങ്ങൾ ഓരോ സെന്റൻസ് വായിക്കണം, നിങ്ങൾക്ക് അതിനകത്ത് വൺ വേർഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ തിരിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഹ്യൂമൻ ബോഡി ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തുണ്ട്, ന്യൂട്രീഷന്റെ ഡെഫിനിഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു പ്രോസസ് അവിടെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഡാഷ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഉത്തരം എന്താ, ന്യൂട്രീഷൻ. അങ്ങനെ നിങ്ങൾക്ക് തന്നെ നമ്മളുടെ ആ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് പല 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 ക്വസ്റ്റ്യൻസ് ഓരോ സെന്റൻസിനും ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെയാണ് USSന് ചോദിക്കുക. അപ്പൊ USS നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് മാത്സ് ചെയ്യാം, അതേപോലെ നമ്മൾ ബേസിക് സയൻസ് ചെയ്യാം, സോഷ്യൽ സയൻസ് ചെയ്യാം, ഏത് വേണമെങ്കിലും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങളുടെ ഈ ഒരു ഇയർ കഴിയുമ്പോഴത്തേക്കാണ് എന്തുണ്ടാവുക, ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ USS എക്സാം മോസ്റ്റ്ലി ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗൈഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനു വേണ്ടി ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പല പല പേജുകളിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ലാസ്റ്റൊക്കെ നമ്മുടെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. സോ ആ ഒരു രീതിക്ക് ആവാതിരിക്കാൻ കറക്റ്റായിട്ട് നമ്മളൊരു ഗൈഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, USS 2025 എന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് അതിന് വേണ്ടി ഒരു ബുക്ക് മാറ്റി വെക്കുക. സോ അതിൽ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതി അതിനകത്ത് എന്തൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഓരോ വരിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ, ആ രീതിക്ക് എഴുതി വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഗൈഡ് ഉണ്ടാവും. അത് മാത്രം പഠിച്ച് നിങ്ങൾ എക്സാമിന് പോയാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഗൈഡ് ഇല്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഇനി ആരും USS ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും ഈ ഒരു USS എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും പറ്റും. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ ഒരു 90% 95% നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് വരിക. സോ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തറോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഈസിയാവും. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കൂടെ കിട്ടും. കാരണം നിങ്ങൾ പല തവണ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് വായിച്ച് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എഴുതുമ്പോൾ അവിടെ അത്രയും റിവിഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത് USSന് മാത്രമല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങളെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഇനി വരുന്ന ഹാഫ് ഇയർലി എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കുഞ്ഞി ഹാർട്ട് അവിടെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വിജയിച്ച മിസ് ഇത് USS എക്സാം എഴുതിയ സമയത്ത് ചെയ്തിരുന്ന ഒരു ചെറിയ ട്രിക്കാണ്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ പ്രൗഡ് ആക്കാനും നിങ്ങൾക്ക് സ്വന്തം ഒരു പ്രൗഡ് ഫീൽ തോന്നാനും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് USS എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. സോ ഇനി അങ്ങോട്ടേക്ക് നമ്മളെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യുക.